ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFIക്ക് പിന്നാലെ കോളേജ് അധികൃതരും പ്രതിക്കൂട്ടിൽ. സിദ്ധാർത്ഥിന്റെ കുടുംബാംഗങ്ങളെ കോളേജിലെ സാഹചര്യം അറിയിക്കുന്നതിൽ ഡീൻ വീഴ്ച വരുത്തിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഡീൻ MK നാരായണനെ പ്രതി ചേർക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആവശ്യം. നടന്നത് അതിക്രൂര കൊലപാതകമെന്ന് സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ച KC വേണുഗോപാൽ പ്രതികരിച്ചു. SFIയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തി. സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാട്ടെ വീട്ടിൽ ഗവർണർ എത്തി. SFI activists being involved, everybody is, even police is admitting it, university is also admitting it. So you are saying what is obvious, everybody knows about. The real problem which I see is the cult of violence. Tragedies do happen, but the manner in which cult of വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ ഇപ്പോഴും SFIക്കാരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കോളേജിലെ അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. CPM അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിലെ ഡീൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ ഡീനാണ് ഇതിൻ്റെ അകത്ത് പ്രതിയാകേണ്ട ഒരാൾ. തെറ്റവർക്ക് സംഭവിച്ചത്, ഈ കുട്ടി മരണപ്പെട്ടു. ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല? അത് ഒരു തെറ്റാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീനാണെന്നുണ്ടെങ്കിലും ഒരു മരണം വന്നാൽ പെട്ടെന്ന് രക്ഷകർത്താക്കളെ അറിയിക്കേണ്ടുന്ന ചുമതല അവർക്കുണ്ട്, യൂണിവേഴ്സിറ്റിക്കുണ്ട്. നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. കേരളം ഇത്തരം കൾച്ചറുകൾക്കൊക്കെ അപവാദമാണെന്ന്. പക്ഷേ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരയായിട്ടാണ് സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം, ഞാൻ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു, സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും നോക്കിയാലും ഇതൊരു ക്ലിയർ കട്ട് കൊലപാതകമാണ്. 3 ദിവസക്കാലം വെള്ളം പോലും കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരനെ ഇലക്ട്രിക് ബാനറ്റ് കൊണ്ടും വടികൊണ്ടും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഭീകരമായി ആക്രമിക്കുക, അവസാനം ആത്മഹത്യ ചെയ്ത നിലയിൽ അവനെ കാണപ്പെടുക. ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അതേസമയം സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളായ 6 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തു. കീഴടങ്ങിയ SFI നേതാക്കളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കസ്റ്റഡിയിലുള്ളത് SFI യൂണിറ്റ് സെക്രട്ടറിയും യൂണിയൻ പ്രസിഡന്റും ഉൾപ്പെടെ 3 പേരാണ്. DGP ചുമതലപ്പെടുത്തിയ പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തു. അതേസമയം പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. KSU ഇന്ന് വൈകിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അഭിജിത്ത്, അന്വേഷണം അതിൻ്റെ പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? 3 SFI നേതാക്കളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നായിരുന്നു നേരത്തെ കേട്ടത്. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായോ? എത്ര പേർ ഇനി പിടിയിലാകാനുണ്ട് എന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്? വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. ഇവർ പറയുന്നതനുസരിച്ച്, പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ പേർ കൂടി ഈ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നിലവിൽ 18 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. അതിൽ 10 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. അതിൽ ഇന്നലെ കീഴടങ്ങിയ 2 പേർ, ഒപ്പം തന്നെ വർക്കലയിൽ നിന്ന് പിടികൂടിയ ഒരാൾ, ഇങ്ങനെ 3 പേരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ള വിവരം കൂടി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഇതിൽ കോളേജ് യൂണിറ്റ് സെക്രട്ടറി അമൽ ഈസാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് അരുൺ, ഒപ്പം തന്നെ വർക്കലയിൽ നിന്ന് പിടികൂടിയ ആസിഫ് ഖാൻ, ഇങ്ങനെ 3 പേരാണുള്ളത്. ഇവരുടെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നതിനാവശ്യമായ മൊഴികൾ ഇവരിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഈ സിദ്ധാർത്ഥിന് നേരിട്ട അതിക്രൂരമായ മർദ്ദനം, ആ മർദ്ദനം കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് എന്നുള്ള കാര്യം കൂടി നിലവിൽ അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്ക് കൂടി നിലവിൽ പോലീസ് എത്തുന്നുണ്ട്. ദിവസങ്ങളോളം സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ മുറിയിലിട്ട് മർദ്ദിക്കുന്നു. ശേഷം സിദ്ധാർത്ഥ് ഇത്തരത്തിൽ വളരെ മാനസികമായ ഒരു പീഡനം സഹിക്കുന്നു. തുടർന്ന് ആത്മഹത്യയിലേക്ക് അടക്കമെത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇതിന് കൃത്യമായ ആസൂത്രണത്തോടു കൂടി, കൃത്യമായ പ്ലാനിങ്ങോടു കൂടിയാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ള കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള
എന്നുള്ള കൃത്യമായ വിമർശനവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള അന്വേഷണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. അദ്ദേഹം പോലീസിനെ വിമർശിക്കുന്നുണ്ട്. ഇന്നലെ ഡിവൈഎസ്പി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിൽ SFI നേതാക്കളുടെ പങ്കാളിത്തം സംബന്ധിച്ച ചോദ്യത്തിന് പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, ആ സമയത്ത് ഇത് ഹോസ്റ്റലിലുണ്ടായ പ്രശ്നമെന്ന മട്ടിൽ ലാഘവത്തോടെ കണ്ടുവെന്ന ആരോപണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാക്കളാകെ പോലീസിനെ കൂടി വിമർശിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഇടപെടലില്ല ഈ കേസിന്റെ അന്വേഷണത്തിൽ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടി ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിനുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ആ നിലയ്ക്ക് മുന്നോട്ട് പോകും എന്ന് കരുതാമോ ഇപ്പോൾ? തീർച്ചയായും വിജയകുമാർ, അത്തരത്തിലുള്ളൊരു ബാധ്യത കൂടി പോലീസിനുണ്ട്. കാരണം ഈ പ്രതിപ്പട്ടികയിലുള്ളത് ഭൂരിഭാഗം പേരും SFIയുടെ പ്രവർത്തകരാണ്. SFIയുടെ യൂണിറ്റ് സ്ഥാനങ്ങൾ അടക്കം വഹിക്കുന്ന പ്രവർത്തകരാണ്. പ്രധാനപ്പെട്ട നേതാക്കളാണ് ഈ പ്രതിപ്പട്ടികയിലുള്ളത്. അറസ്റ്റിലായവരിൽ യൂണിറ്റ് സെക്രട്ടറി, യൂണിയൻ പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. അതിനാൽ തന്നെ ഈ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും ഈ കേസിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നലെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി ഇത് ഏതെങ്കിലും രണ്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ നടന്ന ഒരു പ്രശ്നത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവമല്ല. അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മുകളിൽ ഈ ഉത്തരവാദിത്തം മുഴുവൻ വെച്ച് കെട്ടാനാകില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും നിലവിൽ തുടരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രോ VC കൂടിയായ മിനിസ്റ്റർ ജെ ചിഞ്ചുറാണി ഇക്കാര്യത്തിൽ ഉന്നയിച്ച ഒരു വിമർശനം കോളേജ് ഡീനെതിരെയുള്ളതാണ്. ഡീൻ ഈ മരണം ഉൾപ്പെടെയുള്ള വിവരം അറിഞ്ഞിട്ടും അത് ബന്ധുക്കളെ അറിയിക്കുന്നതിലടക്കം വീഴ്ച വരുത്തി എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലുള്ള മിനിസ്റ്ററുടെ വിമർശനം. ഇപ്പോൾ ഡീനെതിരെ ആരോപണമുണ്ട്. അവിടെ സർവകലാശാലയിലെ ഇടത് അധ്യാപക സംഘടനാ പ്രവർത്തകർക്കെതിരെ ആരോപണമുണ്ട്. അവർക്ക് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടോ? അവരുടെ പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഈ ആരോപണങ്ങളിൽ? നിലവിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണത്തിലേക്ക് അവർ കടന്നിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സംഘടനയുടെ മുകളിലേക്ക് ഈ ഒരു പ്രശ്നത്തെ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാട്. അത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഒരു സംഘർഷമാണ്, ഹോസ്റ്റലിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ്. അതിന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായോ നേരിട്ടുള്ള ഒരു ബന്ധമില്ല എന്ന നിലപാടിലാണ് നിലവിൽ ഉറച്ചു നിൽക്കുന്നത്. ഡീനും ഇക്കാര്യത്തിൽ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ താൻ നടത്തിയിട്ടില്ല, പോലീസിന്റെ അന്വേഷണമാണ് നടക്കുന്നത്, പോലീസ് ആ അന്വേഷണവുമായി മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് ഡീനിന്റെയും ഇക്കാര്യത്തിലുള്ള മറുപടി. പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾ അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ കോളേജിന്റെ മുൻവശത്ത് നടക്കുന്നുണ്ട്. ഇന്നലെ മുതൽ ABVPയും KSUവും സമരരംഗത്തുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസും BJPയും സമരപരിപാടികളുമായി കോളേജിലേക്ക് എത്തിയിരുന്നു. അല്പസമയം മുൻപാണ് അവരുടെ പ്രതിഷേധ മാർച്ച് നടന്നത്. ഏതായാലും ഇതിനെ രാഷ്ട്രീയമായ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. SFIയുടെ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു വിചാരണയാണ് എന്ന വാദത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കൊലപാതകമാണ്, കൂടുതൽ അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. വിജയകുമാർ, DGP ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘം, പ്രത്യേക സംഘം ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രതിഷേധം കുറെ കൂടി ശക്തമാക്കുന്നു വിദ്യാർത്ഥി യുവജന സംഘടനകൾ. KSU ഇന്ന് വൈകിട്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നാണ് വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. 125 സ്ഥാനാർത്ഥികളുടെ പട്ടിക എന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ ലിസ്റ്റിലുണ്ടാകും. കൂടുതൽ പ്രമുഖ നേതാക്കൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നും സൂചനകളുണ്ട്. അതേസമയം ഉത്തർപ്രദേശിൽ 74 സീറ്റിൽ BJP മത്സരിക്കും. RLD BJP സഖ്യപ്രഖ്യാപനവും ഇന്ന് നടക്കും. രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന്. എപ്പോഴാണ് BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നത്? വാർത്താ സമ്മേളനം നടത്തുമോ അതോ വാർത്താക്കുറിപ്പിലൂടെ ഈ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയായിരിക്കുമോ? ലഭിക്കുന്ന സൂചന അനുസരിച്ച് വിജയൻ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ്. ആദ്യഘട്ട പട്ടിക ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ BJP വാർത്താ സമ്മേളനത്തിലൂടെ ആയിരിക്കും ആ പട്ടിക പുറത്തുവിടുക എന്നുള്ളതാണ്. ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. 125ഓളം
പേരുടെ പേരുകൾ ആദ്യഘട്ട പട്ടികയിൽ ഉണ്ടാകും. നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, മുൻ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഈ പേര് ആദ്യഘട്ട പട്ടികയിൽ തന്നെ ഉണ്ടാകും. അതുകൂടാതെ അക്ഷയ് കുമാർ, കങ്കണ റാവത്ത്, യുവരാജ് സിംഗ് അങ്ങനെ തുടങ്ങുന്ന സിനിമാ ക്രിക്കറ്റ് മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ളവരും ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലെ A+ മണ്ഡലങ്ങൾ അടക്കമുള്ള ഏതാണ്ട് 8 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളെങ്കിലും ഈ പട്ടികയിൽ ആദ്യഘട്ട പട്ടികയിൽ തന്നെ ഉൾപ്പെടുമെന്നും കരുതുന്നു. ഡൽഹി, തമിഴ്നാട്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ ഉള്ള ചില പേരുകൾ കൂടി ഈ പട്ടികയുടെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ മുതൽ കേൾക്കുന്ന ഒരു വിവരം, ഈ ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ നേതാക്കൾ മത്സരത്തിനെത്തുമ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തമിഴ്നാട്ടിലോ കർണാടകയിലോ മത്സരിക്കും, എസ് ജയശങ്കർ അദ്ദേഹം കർണാടകയിൽ മത്സരിക്കും. ഇവരൊക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BJP നേതാക്കളാണ്. അവരൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ്. ഇതാ ഇപ്പോൾ കേൾക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ തമിഴ്നാട്ടിൽ രാമനാഥപുരത്തോ കന്യാകുമാരിയിലോ ജനവിധി തേടിയേക്കുമെന്നൊരു വാർത്ത അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിനൊന്നും സ്ഥിരീകരണമില്ല. എങ്കിൽ പോലും BJP ആസ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ ഇത്തരം പേരുകൾ ഉയർന്നു വരുന്നതിൽ? വിജയൻ, ഈ മീനാക്ഷിപുരവും രാമനാഥപുരവും BJPയെ സംബന്ധിച്ച് ഒരുപക്ഷെ അവരുടെ ഈ രാമക്ഷേത്ര നിർമ്മാണത്തിന് മുമ്പ് ആ രാഷ്ട്രീയ അജണ്ട രൂപപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ ഒന്നാണ്. മീനാക്ഷിപുരത്ത് നിന്നാണ് ആദ്യം BJP രാമക്ഷേത്രത്തിന് മുൻപായി ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ആശയം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇത്തവണ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് BJPക്ക് ഉണ്ട്. രാമനാഥപുരത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാനായിട്ട്, ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് മത്സരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അവിടെ ഒരു പ്രധാന നേതാവ് മത്സരിക്കണം എന്ന നിലപാട് BJPക്കുള്ളിൽ ശക്തമാണ്. ഇന്നലെ രാത്രി വരെ കേട്ടിരുന്നത് എസ് ജയശങ്കറിന്റെ പേരാണ് അവിടെ പരിഗണിക്കുന്നത് എന്നതാണ്. എസ് ജയശങ്കറിന് അവിടെ വിജയിക്കാൻ സാധിക്കും എന്ന വിധത്തിലുള്ള ഒരു അനുമാനം BJPക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. പക്ഷെ അതും ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പേരും പല മണ്ഡലങ്ങളിലും നിർദ്ദേശക രൂപത്തിൽ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ യെദ്യൂരപ്പ തന്നെ ചില മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേര് മുന്നോട്ട് വെച്ചു ഇന്നലെ രാത്രിയിലത്തെ യോഗത്തിൽ. പക്ഷെ അത് അന്തിമമായിട്ടില്ല. അദ്ദേഹം വാരണാസി അല്ലാതെ മറ്റേതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രത്യേക തീരുമാനം BJPക്കുള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങൾ RSSുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ഈ പ്രഖ്യാപനത്തിനായി എത്തുന്നത്. വിജയ്, യെസ്, BJPയുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് പുറത്തു വരികയാണ്. 125 പേരുടെ ലിസ്റ്റ് ആകും എന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ജനവിധി തേടുമോ എന്നത് വലിയ ചോദ്യമായി ഉയരുന്നുണ്ട്. ഒരുപക്ഷെ അതിനൊക്കെ ഉത്തരം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും എന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. R രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാഷ്ട്രീയ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടായെങ്കിലും ഹിമാചൽ പ്രദേശിൽ പുതിയ നീക്കങ്ങൾ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയതിനെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ട MLA-മാരുമായി മന്ത്രി വിക്രമാദിത്യ സിംഗ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അതിനിടെ MLA-മാരെ അയോഗ്യരാക്കിയ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് ജയറാം ഠാക്കൂർ 24നോട് പറഞ്ഞു. സുഖ്വീന്ദർ സിംഗ് സർക്കാർ 5 വർഷം തികക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. This is very unfortunate. Totally undemocratic procedure was adopted. They were not given opportunity to hear. So that was the reason. That's why we are opposing their decision. We are saying that at least opportunity should be given to everyone. So are you welcoming the MLAs in BJP? They will be in BJP definitely. We will stand with them. Definitely Congress government is not going to survive because they have lost their mandate. അതേസമയം ഹിമാചൽ കോൺഗ്രസിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മന്ത്രി അനിരുദ്ധ് സിംഗ് പറഞ്ഞു. നിലവിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. BJPയുടെ തന്ത്രം പരാജയപ്പെട്ടെന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു. Yeah, there was no issues. It was only misunderstandings. Everything has been resolved. The observers have come far away from Karnataka and Haryana. And in one house, if there are two brothers, they are also not happy. And the parents find it difficult to keep them together. Congress is a very big party. Everything has been sorted out. And I am pretty sure that 5 years it will go smooth. BJP has always been on some other mischief in every state. So I suggest them to take care of their own party and their own home. നിതിൻ അംബുജൻ ഷിംലയിൽ നിന്ന് വിവരങ്ങൾ നൽകും. നിതിൻ,
ഈ വിമത MLA-മാരുടെ നിലപാട് ഇപ്പോൾ എന്താണ്? വിക്രമാദിത്യ സിംഗും ഈ വിമത MLA-മാരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഈ പ്രതിഭാ സിംഗ് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്, MLA-മാർ മുറിവേറ്റു, MLA-മാർക്ക് അത് പരിഗണിക്കേണ്ടതാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ ഈ രാവിലെ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങൾ സ്ഥായിയായി പരിഹരിക്കപ്പെട്ടു എന്ന് കരുതാമോ ഇപ്പോൾ? വിജയകുമാർ, പ്രശ്നങ്ങളിൽ എന്തെങ്കിലും താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ നാടകീയ സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര നിരീക്ഷകരടക്കം ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടായി. അതിനുശേഷമാണ് വിക്രമാദിത്യ സിംഗ് പിന്നീട് പഞ്ച്കുളിലേക്ക് നീങ്ങിയതും പിന്നീട് അവിടെ വെച്ച് അയോഗ്യരാക്കപ്പെട്ട MLA-മാരെ കാണുകയും ചെയ്തത്. 6 പേരാണ് ഇപ്പോൾ പഞ്ച്കുളയിലുള്ളത്. ഇതിൽ 4 പേരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും കേന്ദ്ര നിരീക്ഷകർ സ്വീകരിച്ച നിലപാട് ഇന്നലത്തെ നിലപാടെല്ലാം തന്നെ ഇന്നിപ്പോൾ വിക്രമാദിത്യ സിംഗ് MLA-മാരോട് അയോഗ്യരാക്കപ്പെട്ട MLA-മാരെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ അയോഗ്യരാക്കപ്പെട്ടവരുടെ അടുത്ത നീക്കം നിർണായകമാണ്. കാരണം അവർ BJP-യിലേക്ക് പോകുമോ അതല്ല കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഇന്ന് പ്രതിഭാ സിംഗ് വ്യക്തമാക്കിയത് അവർ കോൺഗ്രസ് നേതാക്കളാണ്. സ്വാഭാവികമായിട്ടും അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടണമായിരുന്നു. ഇന്നലെ തന്നെ ഈ സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിഭാ സിംഗ് രംഗത്ത് വന്നിരുന്നു. അതിനുള്ള അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രതിഭാ സിംഗിനോടൊപ്പം നിൽക്കുന്ന MLA-മാരെയാണ് അയോഗ്യരാക്കപ്പെട്ടത്. ആ ഒരു ആശങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടിയാകുമെന്നൊരു ആശങ്ക പ്രതിഭാ സിംഗ് ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. നേതൃത്വം ഹൈക്കമാൻഡാകും ഇനിയുള്ള ഭാവി തീരുമാനങ്ങൾ അയോഗ്യരാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ അയോഗ്യരാക്കപ്പെട്ടവരെ BJP-യിലേക്ക് പ്രതിപക്ഷ നേതാവ് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അവർ BJP-ക്കൊപ്പം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല സ്പീക്കറുടേത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്, ഒരു വിധത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല. മനസ്സിലാക്കുന്ന പ്രകാരം വൈകാതെ തന്നെ ഈ അയോഗ്യരാക്കപ്പെട്ടവർ ഹിമാചൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തി വരികയാണ്. വൈകാതെ തന്നെ അതിലൊരു തീരുമാനമുണ്ടാകും. അതേസമയം തന്നെ ഇന്ന് മന്ത്രി അനിരുദ്ധ് സിംഗ് വ്യക്തമാക്കിയത് സംസ്ഥാനത്തെ കോൺഗ്രസിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു. BJP-യുടെ തന്ത്രം ഒരു തരത്തിൽ പോലും ഹിമാചൽ പ്രദേശിൽ നടപ്പായില്ല, ഓപ്പറേഷൻ ലോട്ടസ് എല്ലാം തന്നെ നടപ്പായില്ല എന്നൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹോളി ലോഡ്ജിലാണ്, പ്രതിഭാ സിംഗിന്റെ വസതിയിലാണ്. ഇവിടെ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ ഈ വിമത MLA-മാരെ അടക്കം കൊണ്ടുവരാനുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ നടക്കുന്നുണ്ട്. വിക്രമാദിത്യ സിംഗ് നിലവിൽ ഇപ്പോൾ ഹരിയാനയിലെ പഞ്ച്കുളയിൽ ഈ അയോഗ്യരാക്കപ്പെട്ട MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം വൈകാതെ ഡൽഹിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ. യെസ്, നിതിൻ അംബുജൻ ഷിംലയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഈ താൽക്കാലിക പരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ചർച്ചകൾ നടത്തും പാർട്ടി നേതൃത്വവുമായി. വിമത MLA-മാർ അയോഗ്യരാക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് ഷിംലയിൽ നിന്ന് നിതിൻ അംബുജൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 4000 കോടിയോളം രൂപ ലഭിച്ചതോടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ താൽക്കാലിക ആശ്വാസം. ശമ്പളവും പെൻഷനും തൽക്കാലം മുടങ്ങില്ല. നികുതി വിഹിതമായ 2736 കോടിക്ക് പുറമെ IGST വിഹിതവും ലഭിച്ചിട്ടുണ്ട്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, ഒരു താൽക്കാലിക പ്രതിസന്ധി, ശമ്പളം വൈകും, മുടങ്ങും തുടങ്ങിയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ട്രഷറിയിലേക്ക് പണം എത്തുന്നത്. എന്താണ് ധനവകുപ്പ് അറിയിക്കുന്നത്? തൽക്കാലം പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് കരുതാമോ? വിജയകുമാർ, ഉറപ്പായും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് 4000 കോടി രൂപ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നികുതി വിഹിതം മാത്രം സംസ്ഥാനത്തേക്ക് വരും എന്നുള്ളതായിരുന്നു സംസ്ഥാനം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. അതെങ്കിലും നൽകണമെന്നൊരു ആവശ്യവും ഉന്നയിച്ചിരുന്നു. അതിനൊപ്പമാണ് 2736 കോടി രൂപ നികുതി വിഹിതവും ബാക്കി IGST വിഹിതവുമായി 4000 കോടി രൂപ സംസ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തുന്നത്. അത് ശമ്പളവും ഒപ്പം പെൻഷനും മുടങ്ങുമെന്നൊരു വലിയ ആശങ്ക ഈ മാസമൊക്കെ പല മേഖലകളിലും ആ നിലയിൽ ശമ്പളവും പെൻഷനും മുടങ്ങുമെന്നൊരു ആശങ്ക മുന്നിൽ നിന്നിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് ട്രഷറി കരകയറുന്ന ഒരു സാഹചര്യവും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ 7 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയും കൊടുക്കാനുണ്ട്. ആ തുകയിൽ ഒരു വിഹിതമെങ്കിലും ചില മാസത്തെയെങ്കിലും കൊടുക്കാൻ കഴിയും, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊടുക്കാൻ കഴിയുമെന്നൊരു ആശ്വാസം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് വലിയ ആശ്വാസം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വന്നിട്ടുമുണ്ട്. മാത്രമല്ല ഈ ട്രഷറി നിക്ഷേപം അത് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു നിലപാട് കൂടി സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അത് 95 ദിവസത്തെ നിക്ഷേപത്തിന് പലിശ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ 7.5% ഈ 91 ദിവസത്തെ പലിശ നിക്ഷേപത്തിൻ്റെ പലിശ ഉയർത്തിയിട്ടുണ്ട്. അത് പരമാവധി നിക്ഷേപം സ്വീകരിച്ച് ഈ ട്രഷറിയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ നിക്ഷേപം കേന്ദ്രം കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറയ്ക്കും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശ്വാസമായി മാറും എന്നുള്ളൊരു പ്രതീക്ഷയുമുണ്ട്. വിജയകുമാർ. സലീം, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഈ ക്ഷേമ പെൻഷൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ
കുറെയെങ്കിലും കൊടുത്തു തീർക്കാൻ സർക്കാരിന് കഴിയുമോ? അതിനൊക്കെ തികയുമോ ഇപ്പോൾ ട്രഷറിയിലെത്തിയ ഈ പണം? വിജയകുമാർ, 4000 കോടി രൂപയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ കുടിശ്ശികയായി കൊടുക്കാനുള്ളത് 7 മാസത്തെ ക്ഷേമ പെൻഷനാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആ തുക കൊടുത്ത് തീർക്കാൻ ഈ തുക കൊണ്ട് കഴിയില്ല. മാത്രമല്ല വലിയ 54 ലക്ഷത്തിലധികം ആളുകൾ ഇതിൻ്റെ ഈ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ നിലയിൽ 1-2 മാസത്തേത് കൊടുക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം മറ്റു മേഖലകളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും സംസ്ഥാനത്തിന് ശമ്പളവും ഒപ്പം മറ്റാനുകൂല്യങ്ങളും പെൻഷനും ഒക്കെ നൽകേണ്ടതുണ്ട്. പക്ഷേ ക്ഷേമ പെൻഷനിലും ഈ തുകയിൽ നിന്ന് 1-2 മാസത്തെ തുക ഉടൻ തന്നെ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന പശ്ചാത്തലത്തിൽ വിഷുവിന് തൊട്ട് മുൻപായി ഈ പണം നൽകി ഒരു താൽക്കാലിക ആശ്വാസം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകാം എന്നുള്ളൊരു ആത്മവിശ്വാസം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വിജയകുമാർ. യെസ്, കേന്ദ്രത്തിൽ നിന്ന് 4000 കോടി രൂപയാണ് ലഭിച്ചത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് താൽക്കാലിക ആശ്വാസം, ശമ്പളവും പെൻഷനും തൽക്കാലം മുടങ്ങില്ല എന്ന് കരുതാം. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സമരാഗ്നി വേദിയിലെ ദേശീയഗാന വിവാദത്തിൽ പരാതിയുമായി BJP. DCC അധ്യക്ഷൻ പാലോട് രവിക്കെതിരെ BJP പരാതി നൽകി. അലക്സ് ഷാ മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്തൊക്കെയാണ് കാര്യത്തിൽ BJPയുടെ പരാതിയിൽ പറയുന്നത്? പോലീസ് തുടർ നടപടികളിലേക്ക് പോയേക്കുമോ? വിജയകുമാർ, തീർച്ചയായും. അതായത് ഇന്നലെ പുത്തരിക്കണ്ട മൈതാനത്താണ് ഈ കോൺഗ്രസിന്റെ UDFന്റെ സമരാജ്ഞിയുടെ സമാപനം നടന്നത്. ആ സമാപന വേദിയിലാണ് അതിന്റെ അവസാനം DCC അധ്യക്ഷൻ പാലോട് രവി ദേശീയഗാനം തെറ്റിച്ചു പാടിയത്. അതിനെ തുടർന്ന് അത് വലിയ വിവാദമാവുകയും അത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അത് പ്രചരിക്കപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് BJP ഇപ്പോൾ അത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. ദേശീയഗാനത്തെ അപമാനിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. BJPയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് RS രാജീവാണ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഈ വിഷയം അന്വേഷിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ദേശീയഗാനത്തെ അപമാനിക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ DCC അധ്യക്ഷൻ പാലോട് രവിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ് പരാതിയിൽ വിശദീകരിക്കുന്നത്. വിജയകുമാർ. യെസ്, അലക്സ് ഷാ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പാലോട് രവിക്കെതിരെയാണ് BJP പരാതി നൽകിയത്. അന്വേഷണം നടത്തി തുടർ നടപടികൾ വേണം എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് BJP. അലക്സ് ഷാ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.